ഗുഡ് മോർണിംഗ്. ഗണിതത്തിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഈക്വൽ ഷെയറിങ്ങിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്പേഴ്സിനെ 2 ഡിജിറ്റ് നമ്പർ കൊണ്ടുള്ള ഡിവിഷനാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് വെയ്റ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള ലെഫ്റ്റ് ഓവർ എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് പരിചയപ്പെടാം. വെയ്റ്റ് യൂണിറ്റ്സ് നമ്മൾ സാധാരണ അറിയാം, നമുക്ക് 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 1000 ഗ്രാംസ്. വെയ്റ്റിൻ്റെ യൂണിറ്റായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, കിലോഗ്രാമും ഗ്രാംസും. അതേസമയം വലിയ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വി ആർ യൂസിങ് 2 അനദർ ക്വാണ്ടിറ്റീസ്. ദേ ആർ ക്വിൻ്റൽ ആൻഡ് ടൺ. ദാറ്റ് ഈസ് 100 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 1 ക്വിൻ്റൽ and 1000 kilogram is equal to 1 ton. We are using these quantities when we are selling coconut or rubber etc. Okay, നമ്മൾ റബ്ബർ, തേങ്ങ തുടങ്ങിയവയൊക്കെ വിൽക്കുമ്പോൾ കേൾക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് ക്വിൻ്റൽ ആൻഡ് ടൺ. ഓക്കെ, ദർ വിൽ ബി വൺ റിലേഷൻ ബിറ്റ്വീൻ 1 ton and ക്വിൻ്റൽ. ദാറ്റ് ഈസ് 1 ton is equal to 10 quintals. 10 quintals added to get we 1 ton. ഇഫ് യു ആർ യൂസിങ്, നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വളരെ ചെറിയ ക്വാണ്ടിറ്റീസാണ്. ഇഫ് യു ആർ വാണ്ട് ടു മെഷർ സ്മോൾ ക്വാണ്ടിറ്റീസ് ലൈക്ക് ഗോൾഡ്, ഓക്കെ, നമ്മൾ സ്വർണം പോലെയുള്ള വളരെ ചെറിയ ക്വാണ്ടിറ്റീസാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെങ്കിൽ വി ആർ യൂസിങ് 2 അനദർ യൂണിറ്റ്സ്. ദേ ആർ മില്ലിഗ്രാം ആൻഡ് സോവറിൻ. ഓക്കെ, 1 milligram ഈക്വൽ ടു 1 gram ഈക്വൽ ടു 1000 milligram. ദാറ്റ് ഈസ് 1 milligram ഈക്വൽ ടു we take 1 gram and divide it into 1000 parts and take 1. Okay, we got 1 milligram. നമുക്കറിയാം എന്താണ് 1000, 1 ഗ്രാമിനെ 1000 ആയിട്ട് വിഭജിച്ചതിന് ശേഷം അതിൽ 1 ഗ്രാം ഒരു പാർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് 1 മില്ലിഗ്രാം കിട്ടും. ദാറ്റ് ഈസ് 1 ഗ്രാം ഈസ് ഈക്വൽ ടു 1000 milligram. സാധാരണയായിട്ട് സ്വർണ്ണത്തിനാണ് ഇതൊക്കെ അളക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, വളരെ ചെറിയ ക്വാണ്ടിറ്റീസ്. അതുപോലെ തന്നെ സ്വർണ്ണം അളക്കാൻ ഉപയോഗിക്കുന്ന വേറൊരു യൂണിറ്റാണ് സോവറിൻ, മലയാളത്തിൽ പവൻ എന്ന് പറയും. ഓക്കെ, സോവറിൻസ്. ദാറ്റ് ഈസ് 1 gram, 1 sovereign ഈസ് ഈക്വൽ ടു 8 gram. ഒരു സോവറിൻ എന്ന് പറയുന്നത്, ഒരു പവൻ എന്ന് പറയുന്നത് 8 gram ആണ്. ഓക്കെ, സോ വി ക്യാൻ കൺവേർട്ട് ദിസ് ഗ്രാം ഇൻ ടു സോവറിൻ ബൈ dividing with the 8. Okay, we having 18 grams of gold are there. We want to convert that into sovereign. We then 80 by 8, that is equal to 10. That is 10 sovereigns are there. അതായത് 10 പവൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. 80 ഗ്രാം എന്ന് പറയുന്നത് 10 പവൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. One of the important relation between divider, divisor, quotient and remainder. We know that if we divide one number, that number is considered as dividend, and which number we are dividing, that number is considered as divisor, and the result we obtain is considered as quotient, and remaining term will be considered as remainder, as shown in picture. Okay, there is one relation between this dividend, divisor and quotient, remainder. That is, dividend is equal to divider into quotient, that is divisor multiplied with the quotient added with the remainder. Okay, dividend equal to, dividend എന്ന് പറയുന്നത് നമുക്ക് കിട്ടും എങ്ങനെയാണ്? divisor multiplied with the quotient, and to that result we must add the remainder. If we add the remainder, we got the dividend. Look into the picture, we know that the quotient is 3 and divisor is 5. So divisor 5 into 3, quotient is 3, that's why 5 into 3, that is equal to 15 plus 1. The remainder is 1 plus 1. 15 plus 1 is equal to 16. We obtain the dividend. Okay, so this is an important relation. All of you must understand this. Leftovers. Okay, we can look one problem. Okay, that is, if 180 rupees is divided among 7. Okay, what will be happen? Each one would get 25 rupees and remainder will be 5. Okay, നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണത് ചെയ്യുന്നതെന്നുള്ളത്. 180 7 കൊണ്ട് ഹരിക്കുന്നു. ഓക്കെ, അവിടെ നമ്മൾ 18 എടുക്കുന്നു, 2 എടുക്കുന്നു, 2 into 7 14 കിട്ടുന്നു. റിമൈൻഡർ എന്ന് പറയുന്നത് 4 കിട്ടുന്നു. മുകളിലുള്ള 0 താഴേക്ക് എടുക്കുന്നു. ആൻഡ് വി ആഡ് 7 into 5 35 കിട്ടുന്നു. റിമൈൻഡർ 5 കിട്ടുന്നു. റിമൈൻഡർ 5 ആണ്. അതുപോലെ തന്നെ നമുക്കുള്ള റിമൈൻഡർ 5 കിട്ടുന്നു. ആൻഡ് ദി ക്വോഷ്യൻ്റ് ഈസ് 25 and divisor is 7. Okay, so we can find out that according to our relation, already we find out that 180 equal to 150 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് പറയാൻ സാധിക്കും?
we can find out that the divisor 7 into quotient 25 and we must add 5. Okay, we know that 7 into 25 is equal to 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് 400 ആണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 25 125 ആയി, ഒരു 25 625 150 വന്നു 175. ദിസ് ഈസ് ഈക്വൽ ടു 175 പ്ലസ് 5 which is equal to 180. Okay, so we got that relation. Okay, so we can find out that നമുക്ക് എങ്ങനെ പറയാം, എങ്ങനെയാണ് the relation like this, എങ്ങനെയാണ് റിലേഷൻ കഴിഞ്ഞത് പറഞ്ഞത്, dividend equal to the divisor into quotient plus remainder. Okay, plus remainder. Okay, we can say like this. Okay, so we can calculate dividend if we know remainder, divisor and quotient. Okay, so this is an important relation. All of you must understand this relation. Okay, let us look some problems of your textbook. Okay, first of all we are looking one problem, that is, in an auditorium 864 chairs are arranged in rows. All rows have same number of chairs. Okay, so we can calculate chairs in one row. Okay, എത്ര ചെയറുകളുണ്ട് ഒരു റോയിൽ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണ്, that is if we divide 864 with 24. Okay, that is 864 will be divided with 24. Okay, first of all we must take 86, that much tens are there. Okay, so we must divide with that 3. Already we know that this will be equal to 3. 3 into 4 12, remainder 1. 3 into 2 6, remainder 1 added with that 1, so we got that 7. Okay, that is minus ചെയ്യുക 86 നിന്ന് 72 minus ചെയ്യുക, we got that 6 minus 2 is equal to 4. Okay, 8 minus 7 is equal to 1. Okay, take this one to lower level, so we got that 144. So we must multiply it with around, we know that 2 into 6 12 ആണ് വരുന്നത്, അന്നേരം 20 into 6 120 വരും. അന്നേരം അത് നമുക്ക് ഏകദേശം പോകുമെന്നറിയാം. 6 എടുക്കുന്നു, 6 into 4 24, remainder 2. 6 into 2 എത്രയാണ്, 6 into 2 12, റിമൈൻഡർ 2 കൂടെ വരുമ്പോൾ 14, റിമൈൻഡർ 0. ഞാനിവിടെ എടുത്ത കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്താണ്, ഞാൻ ഈ 2 ഡിജിറ്റിൻ്റെ ഇതും അതുപോലെ തന്നെ എന്താണ് ഇവിടെ കിട്ടുന്ന 5 ആയിട്ട് നിൽക്കുമ്പോൾ 100 10 5 into 20 ആണ് എടുത്തേക്കുന്നത്. 5 into 20 എന്ന് പറഞ്ഞാൽ 5 into 20 എന്ന് പറഞ്ഞാൽ 100 ആണ് വരുന്നത്, അതിനേക്കാളും കൂടുതലാണ് 144 നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ റൗണ്ട് എടുക്കുന്നത് എങ്ങനെയാണ്, 20 into 6 എടുക്കുന്നു, അത് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നു. അന്നേരം ഒരു ചെയറിലുള്ള എത്രയാണ് നമുക്ക് കിട്ടി, ദിസ് വിൽ ബി ഈക്വൽ ടു 36 എന്ന് നമുക്ക് കിട്ടി. ഒരു റോയിലുള്ളത് 36 ആണെന്ന് നമുക്ക് കിട്ടി. അടുത്ത പാർട്ടിലേക്ക് പോകാം. 1260 chairs more are to be put in without adding chairs to any row. എന്താണ് പറഞ്ഞിരിക്കുന്നത്, 1260 ചെയറുകൾ നമുക്ക് എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഇടണം. വിത്തൗട്ട് ആഡിങ് ചെയർസ് ടു എനി റോ, ഒറ്റ റോയിലേക്ക് 36 റോയുണ്ട്, അതിലേക്കൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൂടാതെ എന്താണ്, വേറെ റോസ് ഉണ്ടാക്കണം. ഹൗ മെനി മോർ റോസ് ടു ബി ആഡഡ്, എത്ര റോ ആഡ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇനി മോർ ദാറ്റ് ആഡഡ് മോർ റോസ് ടു ബി ആഡഡ് എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം, എന്ത് ചെയ്താൽ മതി, 1260 ഡിവൈഡഡ് വിത്ത് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, നമുക്കറിയാം ഒരു ചെയർ എന്ന് പറയുന്നത് ഒരു റോയിലുള്ളത് 36 ആണ്. 36 കൊണ്ട് എന്ത് ചെയ്താൽ മതി, അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. ഒരു റോയിലുള്ള ചെയേഴ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഹരിക്കുന്നു. എന്നിട്ട് എത്ര റോ പുതുതായിട്ട് എടുക്കണം എന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുക, 2 ഡിജിറ്റ് എടുക്കുക, 12ഉം 26ഉം ആണ്. 12ഉം 26ഉം ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, നമ്മളൊരു 0 ഇട്ടാൽ മതി, നമുക്കറിയാം. ഓക്കെ, അങ്ങനെ പോയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, അടുത്ത നമ്പറൂടെ നമ്മൾ എടുക്കുക. അടുത്ത നമ്പർ എന്താണ്, 126. ഓക്കെ,
മനസ്സിലായോ? 126 എടുക്കുക, കാരണം അതിൽ കൂടുതലുണ്ട്. ഓക്കെ, അതുകൊണ്ട് അന്നേരം ഇതിൻ്റെ അകത്ത് നമ്മൾ 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ആൻസർ ഇനി നോക്കുക. 126ൽ 36 എത്ര പ്രാവശ്യം പോകും എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം 120 എന്ന് പറയുന്നത് 4 ടൈംസ് 4 × 3 120 കിട്ടും. പക്ഷേ 6 കൂടെ ഉള്ളത് കൊണ്ട് കൂടുതൽ വരും, അതുകൊണ്ട് 3 എടുക്കുക. നമ്മൾ 3 × 6 18 വന്നു. 8 എഴുതുന്നു, റിമൈൻഡർ 1 ഉണ്ട്. ഓക്കെ, ആൻഡ് റിമൈൻഡർ 1 3 × 3 9 വരുന്നു. റിമൈൻഡർ 1 കൂട്ടിയിട്ട് എത്ര വരുന്നു? നമ്മൾ 10 എടുക്കുന്നു. ഓക്കെ, നമ്മൾ ഇനി അടുത്ത എന്ത് ചെയ്യുക? അപ്പോൾ തമ്മിൽ മൈനസ് ചെയ്യുക. ഇവിടെ 6ഉം 8ഉം ആണ്, അതുകൊണ്ട് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. 1 ഇങ്ങോട്ട് എടുക്കുന്നു. 16 - 8 കിട്ടുന്നു. 1 - 0 1 കിട്ടുന്നു. 0 കിട്ടുന്നു. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ 0 എടുത്ത് താഴേക്ക് എഴുതുക. 180. ഓക്കെ, 80 ലാസ്റ്റ് 0 വന്നാൽ ഒരു 6ൻ്റെ 36 നമുക്കറിയാം ഓപ്ഷൻ ഉള്ളത് എന്തായിരിക്കും? എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ക്യാൻ ബി 5 ആയിരിക്കും. ഓക്കെ, 5 ഇട്ട് നോക്കുക. 5 × 6 30, റിമൈൻഡർ 3 വന്നു. ഓക്കെ, 5 × 3 15 + 3 18. സോ 0. അന്നേരം എത്ര റോയുടെ നമ്മൾ ആഡ് ചെയ്യണം? വി മസ്റ്റ് ആഡ് 35 റോസ്. ഓക്കെ, എത്ര റോ ആഡ് ചെയ്യണം? നമ്മൾ 35 റോസ് ഷുഡ് ബി ആഡ്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ്? വി മസ്റ്റ് ആഡ്, ഒരു റോയിലുള്ളത് 36 ആണ്. ഓക്കെ, 36 വിൽ ബി 1 റോ ആൻഡ് നമ്പർ ഓഫ് റോസ് 4. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? 1260 ചെയർ ഈസ് ഈക്വൽ ടു 35 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, we can do another problem in your text. The bill of Thomas got for his purchase are shown below. ഓക്കെ, തോമസ് പർച്ചേസ് ചെയ്ത ബില്ലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഐറ്റം റൈസ് 15 കിലോഗ്രാം, അതിൻ്റെ പ്രൈസ് 480 rupees, ആൻഡ് ഷുഗർ 4 കിലോഗ്രാം 136 rupees. മുഗ്മയിൽ 5 കിലോഗ്രാം 360 rupees. Chickpea 6 kilogram 276 rupees. Total 1252 rupees. Okay, from the same shop, Kannan brought this rice 12 kilogram, sugar 3 kilogram, mukbeen 2 kilogram, chickpea 5 kilogram. Okay, how much should Kannan pay? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കണ്ണൻ എന്തോരം പേ ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫോർ ദാറ്റ് വി മസ്റ്റ് ഫൈൻഡ് ഔട്ട് പ്രൈസ് ഓഫ് ഈച്ച് ഐറ്റം. ഓക്കെ, ഓരോ ഐറ്റത്തിൻ്റെയും പ്രൈസ് നമ്മൾ എന്ത് ചെയ്യണം? 1 കിലോഗ്രാമിൻ്റെ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, ഫോർ ദാറ്റ് ഫസ്റ്റ് വി മസ്റ്റ് കാൽക്കുലേറ്റ് പ്രൈസ് ഓഫ് റൈസ്. ഓക്കെ, ദാറ്റ്സ് വൈ റൈസിൻ്റെ പ്രൈസാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഓൾറെഡി ഇൻ ബിൽ ഓഫ് തോമസ് ഇറ്റ് ഷോസ് ദാറ്റ് 15 kilogram 480 rupees for 15 kilogram. Okay. So we must divide that thing, that is 15 48. We know that 3 times. Okay, 48 എടുക്കുന്നു 3 times, that is 45. 3 into 15 is equal to 45. 3 into 5 5. Okay, 15, remainder 1. Okay, 1 under 3 into 1 in 1 3 plus 1 45. Okay, remainder 8 minus 5 3 1. 8 minus 5 3 0. Next one 0 താഴേക്ക് എടുത്തെഴുതുന്നു, that we obtain 30. Okay, we know that 15 2 times, that is equal to 30. So we can find out that we need Rs 32 for this rice. റൈസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? We can find out that this is equal to 32. Okay. Next one, we want to calculate price of sugar. We can find out that in previous Thomas bill, he brought 4 kilogram sugar by using 136 rupees for 4 kilogram. So we must divide that with 4. Okay,
First of all, we take 1. 1 is smaller than 4, that's we take 13. Okay, 13 turns are there. Okay, that's why 3 times we got 12. 3 minus 2, 1. 1 minus 1, 0. Then 6 16. 4 times, that is 4 into 4, 16. Remainder 0, 0. So we can find out that this will be multiplied with 34. Okay, so we obtain 1 kilogram. Price of 1 kilogram sugar is 34. Next we want to find out value of mung bean. Okay, in previous bill 360 rupees for how much mung bean? 5 kilogram of mung bean. So we must divide that with that thing. Okay, അതുകൊണ്ട് divide ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7 into 5, 35. Remainder 1, 0 താഴേക്ക് എടുത്തെഴുതുന്നു. 2 into 5, 10. That is equal to 0. So the price for 1 kilogram of mung bean is how much? Is 72. Okay, so we must multiply it with the 72. Okay, അതുകൊണ്ട് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 72 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. Finally, we want to find out the price of chickpea, that is 276 rupees for 6 kilogram of chickpeas. Okay, so we take this one. We know that 4 into 6, 24. Remainder 7 minus 4, 3. 2 minus 2, 0. 6 taken to bottom side. Ones are there, so 36. Ones are there. Okay, so we must multiply with the 6 into 6, 36. So 6 minus 6, 0. 3 minus 3, 0. So we got that this will be equal to 46 rupees. So this will be multiplied with the 46. Next we want to find out this total number of bill amount. That is, first we must multiply it with 12 with 32. Okay, 12 with the 32. Okay, that is 32 into 12. 2 into 2, 4. 2 into 3, 6. 1 into 2, 2. 1 into 3, 3. 4. 2 plus 6, 8. 3. So we got that the price will be is equal to 384. Next, 3 into 34. You know that 3 into 34 is equal to 3 into 12, 102. So here it is 102. Okay, next one, 2 into 74. 2 into 72. 2 into 72. Okay, 72 equal to, you know that 2 into 2, 4. 7 to 4, 14. Okay, 144. 144. Okay, the final will be 5 into 46. 5 into 46. Okay, you know that 5 into 46. 5 into 6, 30. Remainder 3. 4 into 5, 20 plus 3, 23. 230. 230. Okay, next we must add all these things. 384 added with the 102 added with 144 added with the 230. Okay, so we got that this will be equal to 2 plus 4 plus 2, 6 plus 4, 10. Remainder 1. Okay, that remainder added 8, that is 9. 9 plus 4, 13 plus 3, 16. Remainder again, remainder 1. Okay, that will be added to 3, that is 4 plus 1, 5 plus 1, 6, 8. Okay, so he must pay 860 rupees. He must pay
860 rupees. The result will be 860 rupees. Okay, RS should be paid. Okay, RS 860 rupees should be 50 അല്ല 60 rupees should be paid. Okay. നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഗൂഗിൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സംശയമുള്ളവർ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വി വിൽ മീറ്റ് നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു all of you.